വെൽക്കം ടു റൈറ്റ് ടൈം ചാനൽ ഗൈസ്. അപ്പോൾ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞിട്ട് ഇന്നേക്ക് 110 ദിവസങ്ങൾ കഴിയുന്നു. 110 ദിവസങ്ങൾ കഴിയുമ്പോൾ എൻ്റെ റിസൾട്ട് ഇപ്പോൾ ഇങ്ങനെയാണ്. എല്ലാ സ്ഥലത്തും ഓൾമോസ്റ്റ് ഹെയർ ഗ്രോ ചെയ്തിട്ടുണ്ട്. 4500ഓളം ഗ്രാഫ്റ്റാണ് ഞാൻ നട്ടിട്ടുള്ളത്, മുടികളാണ് ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ നല്ലൊരു സാറ്റിസ്ഫൈഡ് ആണ്. 110 ദിവസങ്ങൾ കഴിയുമ്പോൾ അത്യാവശ്യം റിസൾട്ട് വന്നിട്ടുണ്ട്. കാരണം ഞാനൊരു 7th ഗ്രേഡ് ഓളം കഷണ്ടി ആയിരുന്നു. അപ്പോൾ അത്രത്തോളം മുടി പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് നല്ലൊരു കോൺഫിഡൻസ് ലെവൽ വന്നിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം എല്ലായിടത്തും മുടി ഏകദേശം വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ നല്ല റിസൾട്ട് കിട്ടാൻ അറിയാമല്ലോ. ഇപ്പോൾ 110 ദിവസമായിട്ടുള്ളൂ, 3.5 മാസം അടുപ്പിച്ചാവുന്നേ ഉള്ളൂ. റിസൾട്ട് ഫുള്ളായിട്ട് കിട്ടുന്നത് 1 വർഷം 2 മാസം കഴിഞ്ഞിട്ടാണ് ഒരു ഫുൾ റിസൾട്ട് കിട്ടുന്നത്. പക്ഷെ ഒരു 6 മാസം ആകുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് കാണാം നമ്മുടെ മുടി എത്രത്തോളം വന്നിട്ടുണ്ടോ. 6 മന്തിൽ ഫുൾ റിസൾട്ട് കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് ഏകദേശം. ഇപ്പോൾ എന്തായാലും ഞാൻ ഹാപ്പിയാണ്. ഞാൻ തിരുവനന്തപുരത്തെ ഹെയർ ട്രീയിൽ നിന്നാണ് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തത്. അവിടെ മൊത്തത്തിൽ എക്സ്പെൻസീവ് എനിക്ക് 1,23,000 രൂപയോളം അടുപ്പിച്ചായിട്ടുണ്ട്. പിന്നെ മെഡിസിൻ, ഒരു കൊല്ലത്തെ മെഡിസിൻ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു 12 മിനിയോക്സിഡിൽ. പിന്നെ മെഡിസിൻ എല്ലാം കൂടെ എങ്ങനെ പോയാലും ഒരു 1,50,000 രൂപ അടുപ്പിച്ചോളം എനിക്ക് ചിലവ് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് രൂപ ചിലവാക്കിയിട്ടാണ് ഈ ഒരു ചെയ്തത്. കാരണം നല്ല റിസൾട്ടിന് വേണ്ടി തന്നെയാണ് അവിടെ ചെയ്യുന്നത്. നല്ലൊരു സർജനാണ് നമുക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത്. സോ അത് കാരണം നമുക്ക് പെയിനോ മറ്റുള്ള നീരോ അതുപോലെ തന്നെ മറ്റുള്ള വിധത്തിലുള്ള പ്രശ്നങ്ങളോ അങ്ങനെയൊന്നും അനുഭവപ്പെടില്ല. നമുക്ക് സൈഡ് എഫക്ട്സുകളോ ഒന്നും ഉണ്ടാവില്ല. എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. നന്നായിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തുകൊണ്ട് സാറ്റിസ്ഫൈഡ് ആണ്. പക്ഷെ ഇത്രത്തോളം രൂപ നമുക്ക് ചിലവ് വരും എന്തായാലും ഹെയർ ട്രീയിൽ. പക്ഷേ അതിനുള്ള ക്വാളിറ്റി അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കാരണം അവിടെ ചെയ്തിട്ടുള്ള മിക്കുള്ളവർക്കും നല്ല റിസൾട്ടാണ് ഹെയർ ട്രീയിൽ. ഇപ്പോൾ സോ അതുകൊണ്ടാണ് ഞാൻ ആ ക്ലിനിക്ക് തന്നെ ചൂസ് ചെയ്തത്. ഇപ്പോൾ കുഴപ്പമില്ല. 110 ദിവസമാകുമ്പോൾ ഏകദേശം മുടി വന്നിട്ടുണ്ട്. കാരണം നിങ്ങൾ കാണാം എൻ്റെ തമ്പനയിൽ കണ്ട പോലെ അത്രത്തോളം നല്ലൊരു കഷണ്ടിയാണ് മുടിയൊന്നുമില്ലാതെ. അത്രത്തോളം എനിക്ക് മുടി പോയിട്ടുണ്ട്. ഇപ്പം ഞാൻ എന്തായാലും സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ ഇത്രത്തോളം രൂപ ചിലവാക്കിയിട്ടുണ്ട്. മരുന്നുകൾ, മറ്റുള്ള കാര്യങ്ങൾ, മെഡിസിൻസ്. കാരണം ഞാൻ പ്രവാസി ആയതുകൊണ്ട് തന്നെ ആ മരുന്നൊക്കെ 6 മാസത്തേക്കുള്ള മരുന്ന് മേടിച്ചിട്ടുണ്ട്. പിന്നെ മിനോക്സിൽ ഞാൻ 1 കൊല്ലത്തേക്ക് മേടിച്ചിട്ടുണ്ട്. കാരണം മിനോക്സിൽ ഞാൻ കണ്ടിന്യൂ ആയിട്ട് ലൈഫ് ലോങ് ഉപയോഗിക്കാനാണ് പോകുന്നത്. കാരണം മിനോക്സിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ നിർത്താൻ പറ്റില്ല. പക്ഷേ അത് കാരണം എനിക്ക് PRP ഒന്നും എടുക്കുന്നില്ല. PRP നമ്മൾ 2,500-3,000 രൂപ ചിലവാക്കി PRP ചെയ്യുന്നതിൻ്റെ ഭേദം 650 രൂപ മുടക്കിയിട്ട് നമുക്ക് മിനോക്സിൽ ഉപയോഗിക്കുന്നുണ്ട്, ഒരു തെറ്റുമില്ല. അപ്പോൾ സോ മിനോക്സിൽ ലൈഫ് ലോങ് നമുക്ക് ഉപയോഗിക്കുന്നതൊന്നും തെറ്റൊന്നുമില്ല. PRP നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത്രയും രൂപ എടുത്തിട്ടുണ്ട്. എന്തായാലും മുടി കെയർ ചെയ്തേ പറ്റത്തുള്ളൂ. നമ്മൾ ജിമ്മിൽ പോകും പോലെയാണ്. ജിമ്മിൽ പോകാതിരുന്ന് കഴിഞ്ഞാൽ മുടി നമ്മുടെ ബോഡി എങ്ങനെയാണോ, ജിമ്മിൽ പോകുമ്പോൾ എങ്ങനെയാണ്, അത് കഴിഞ്ഞ് ജിമ്മ് ഉപേക്ഷിക്കുമ്പോൾ എങ്ങനെയാണ്, അതുപോലെ ആവും. കാരണം ഇത് ഉപേക്ഷിക്കാൻ പറ്റില്ല. മിനോക്സിൽ നമുക്ക് കുറച്ച് കൊണ്ടുവരാം. അപ്പോൾ ഞാൻ 2 നേരമാണ് ഉപയോഗിക്കുന്നത്, രാത്രി രാവിലെ. ഇനിയിപ്പോൾ ഞാൻ 6 മാസം കഴിഞ്ഞാൽ പിന്നെ അത് 1 നേരം ആക്കി കുറയ്ക്കും. പിന്നെ നമുക്ക് അതിനുള്ള ബോട്ടിൽസ് മാത്രം മേടിച്ചാൽ മതിയാവും. പക്ഷേ ഇത് ഒരിക്കലും നിർത്താൻ പാടില്ല മിനോക്സിലിൻ്റെ ഉപയോഗം. മിനോക്സിൽ വേറെ ഡേഞ്ചറും കാര്യങ്ങളൊന്നുമല്ല, അപകടകാര്യങ്ങളൊന്നുമല്ല. നമുക്ക് മുടിക്ക് നമ്മൾ സംരക്ഷണത്തിന് വേണ്ടി കൊടുക്കുന്ന നമ്മൾ ഈ ഹെയർ ഓയിലൊക്കെ മേടിച്ച് തേക്കില്ലേ, അപ്പോൾ ആ പൈസയൊക്കെ മിനോക്സിൽ മുടക്കാം, ഒരു പ്രശ്നമില്ല. കാരണം മിനോക്സിൽ വളരെ സേഫായിട്ടുള്ളൊരു സാധനമാണ്. വേറെ കുഴപ്പമൊന്നുമില്ല. ചിലവർക്ക് സൈഡ് എഫക്ട്സ് കാര്യങ്ങൾ ഉണ്ടാക്കും. പക്ഷേ സയൻറ്റിഫിക്കലി മുടി വരുന്ന സയൻറ്റിഫിക്കലി തെളിഞ്ഞിട്ടുള്ള ഒരു കാര്യം മിനോക്സിൽ തന്നെയാണ്. പിന്നെ ഫിനാസ്ട്രേറ്റ് ടാബ്ലറ്റ്സ് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. അത് എനിക്ക് വേറെ സൈഡ് എഫക്ട്സ് ഒന്നുമില്ല. അത് ഉപയോഗിച്ച ആൾക്കാർക്ക് ഒരുപാട് സൈഡ് എഫക്ട്സ് ഉണ്ട്. പക്ഷേ എനിക്ക് ക്ലിനിക്കിൽ തന്നു. ഞാൻ 1 കൊല്ലത്തേക്ക് ഫിനാസ്ട്രേഡ് മേടിച്ചിട്ടുണ്ട്. ഫിനാസ്ട്രേഡ് പലർക്കും പല രീതിയിൽ എഫക്റ്റ് ചെയ്യും. പക്ഷേ എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ അത് കണ്ടിന്യൂ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, ഇല്ലയെന്നല്ല. ചിലർക്ക് സൈഡ് എഫക്ട്സ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് നിർത്തണം. കാരണം ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രമേ ഇതൊക്കെ കഴിക്കാൻ പാടുള്ളൂ. എനിക്ക് അവിടെ നിർദ്ദേശം തന്നുകൊണ്ട് മാത്രമാണ് ഞാൻ കഴിക്കുന്നത്. പിന്നെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും മടിച്ചിരിക്കാതെ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യുക. എനിക്ക് അത്രേ പറയാവുള്ളൂ. കാരണം
നമുക്ക് മുടി പോകുമ്പോഴേ അതിൻ്റെ വിഷമം അറിയാവും, മുടി പോയവർക്ക് അതിൻ്റെ വിഷമം പറഞ്ഞാൽ മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ മുടി പോയിട്ട് ഇപ്പോൾ മുടി ഇങ്ങനെ വരുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ഒരു ദിവസം കഴിയുമ്പോൾ ഓരോ ആൾക്കാരൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് മുടി വരുന്നുണ്ടെന്നൊക്കെ പറയുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ്. അപ്പോൾ എല്ലാവരും മടിച്ചു നിൽക്കാതെ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാമെന്നേ ഞാൻ പറയത്തുള്ളൂ. പിന്നെ എന്തായാലും ഇപ്പോൾ 110 ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഇനി ഒരു 2 മാസം കൂടെ ഞാൻ വെയിറ്റ് ചെയ്യണം. ഒരു 200 ദിവസമൊക്കെ ആകുമ്പോൾ എങ്ങനെയാണ് മുടിയുടെ അവസ്ഥയെന്നൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ഓരോ ദിവസം കഴിയുമ്പോൾ നല്ല രീതിയിൽ ഗ്രോ ആകുന്നുണ്ട്. 5 ദിവസം കഴിഞ്ഞ് 5 ദിവസത്തെ വീഡിയോ കാട്ടി 5 ദിവസം കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടെ വ്യത്യാസം വന്നുണ്ട്. അപ്പോൾ ഓരോ ദിവസവും ഇനി അങ്ങോട്ട് നമുക്ക് സാറ്റിസ്ഫൈഡ് ആയിരുന്ന റിസൾട്ട് ആയിരിക്കും ഇനി നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ. നല്ല ക്ലിനിക്ക് തിരഞ്ഞെടുക്കുക, നല്ല ഡോക്ടേഴ്സ് സർജന്മാരെ കൊണ്ട് മാത്രം ചെയ്യിപ്പിക്കുക, അതേ പറയാവുള്ളൂ. പിന്നെ ഓരോരുത്തർക്കും ഓരോരോ ഇതായിരിക്കുമല്ലോ, അങ്ങനെയൊക്കെ ചെയ്യുക. കേരളത്തിൽ നല്ല നല്ല റിസൾട്ട് തരുന്ന സ്ഥാപനങ്ങളുണ്ട്, അവിടെ നിന്ന് ചെയ്യുക. അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിലൊക്കെ അടിപൊളി റിസൾട്ട് തരുന്ന സ്ഥാപനങ്ങളുണ്ട്, അവിടെ പോയി ചെയ്യുക. അതൊക്കെയാണ് ഞാൻ പറയുന്ന നല്ല കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ പറയാനുള്ളത് എന്താണ്, പിന്നെ ഇതൊക്കെ തന്നെയാണ്. പിന്നെ വർക്കിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് ഓഫ് ഡേ ആണ്. ഓഫ് ഡേ ആഴ്ചയിൽ ഒരിക്കൽ ഓഫ് കിട്ടാറുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെയാണ് ഇതുവരെയുള്ള റിസൾട്ട്. കാണാം. ഞാനിപ്പോൾ മിനോക്സിൽ പുരട്ടിയിട്ടുണ്ട് രാവിലെ ഒരു പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. അതാണ് കുറച്ച് വെറ്റായിട്ട് ഹെയർ ഇരിക്കുന്നത്. അപ്പോൾ പിന്നെ ഈ ഓയിലൊക്കെ മേടിച്ച് കേൾക്കുന്ന പൈസയേ ഉള്ളൂ കേട്ടോ. ഓയിലൊന്നും തേച്ചെന്ന് പറഞ്ഞാൽ മുടിക്ക് ഒരു യൂസും ഇല്ല. ഡാൻഡ്രഫ് മാത്രമേ വരത്തുള്ളൂ. അപ്പോൾ സയൻറ്റിഫിക്കലി ഒരു യൂസും ഇല്ല, തെളിഞ്ഞിട്ടുമില്ല ഓയിൽ ഉപയോഗിച്ച് നമുക്ക് ഹെയർ വരും. ഞാനങ്ങനെ വേണ്ടിയിട്ടുണ്ട്. ഒരുപാട് ഓയിലൊക്കെ വെച്ച് തേച്ചാണ് എൻ്റെ മുടി കംപ്ലീറ്റ് പോയത്. അപ്പോൾ കാരണവശാൽ ഓയിലൊന്നും മുടിക്ക് ആവശ്യമില്ലാത്തൊരു സാധനമാണ്. അത് ചെറു ഷൈനിങ് തരുന്നത് മാത്രമേ ഉള്ളൂ. നമുക്ക് വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ആൽക്കഹോൾ അടങ്ങാത്ത മിനോക്സിൽ ഉപയോഗിച്ചാൽ തന്നെ ആ ഒരു വെറ്റ്നസ്, ആ ഒരു എണ്ണമയമൊക്കെ നമ്മുടെ തലയിൽ കിട്ടും. സോ അത് ഉപയോഗിക്കുന്നതാണ് കൂടുതൽ ബെറ്ററായിട്ട് തോന്നുന്നത്. സോ ഒരിക്കലും ഓയിലൊന്നും മേടിച്ച് തലയിൽ തേച്ച് ഉള്ള മുടി കളയായിരിക്കും എന്നെ പോലെ. പിന്നെ താരനൊന്നും ഇതുവരെയായിട്ടും ഇല്ല എനിക്ക്. ഞാൻ മുമ്പത്തെ വീഡിയോയിൽ ചെയ്ത പോലെ നോസ്കർഫിൻ്റെ ലോഷനൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ആഴ്ചയിൽ 2 പ്രാവശ്യം. സോ അതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ 110 ദിവസങ്ങൾ കഴിയുമ്പോൾ ഇതാണിപ്പോൾ അവസ്ഥ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ സൈനിങ് ഓഫ്.